2 ദിവസത്തെ പരിപാടികൾക്കായി തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായ മഹുവ മൊയ്ത്രയും ഡെറിക് ഒബ്രിയാനും കേരളത്തിൽ. PV അൻവർ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇരുവരെയും സ്വീകരിച്ചു. രാവിലെ നേതാക്കൾ പാണക്കാട്ടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. താമരശ്ശേരി ബിഷപ്പിനെയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയും നേതാക്കൾ കാണുന്നുണ്ട്. CV അനുമോദ് ചേരുന്നു വിവരങ്ങളുമായി. അനുമോദ്, മലയാളികൾക്ക് വളരെ പരിചിതരായ നേതാക്കളാണ് മഹുവ മൊയ്ത്രയും ഡെറിക് ഒബ്രിയാനും ഒക്കെ. അവർ ഈ സന്ദർശിക്കുന്ന നേതാക്കൾ UDF-ലെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. അല്ലെങ്കിൽ താമരശ്ശേരി ബിഷപ്പിനെ കാണുന്നുണ്ട്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ നേതാക്കളുടെ കേരളത്തിലേക്കുള്ള വരവിന്റെ ഉദ്ദേശം? ഒരു UDF എൻട്രി തൃണമൂൽ കോൺഗ്രസിന് സാധ്യമാക്കുക എന്നൊരു ഉദ്ദേശം ഈ സന്ദർശനത്തിന് പിന്നിലുണ്ട്. ശ്രീജ, ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിലാണ് മുഹമ്മദ് ഡെറിക് ഒബ്രിയാനും ഒക്കെ ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ കേരള സന്ദർശനം PV അൻവറിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ്. അവരുടെ പ്രധാനമായിട്ടും ഇന്നത്തെ സന്ദർശനങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി, അതിനുശേഷം താമരശ്ശേരി അതിരൂപതയിലേക്കും അവിടുത്തെ ബിഷപ്പുമായിട്ടാണ്, അതിനുശേഷം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായിട്ടാണ്. അത്തരത്തിൽ സാമുദായിക മേഖലയിലുള്ള പ്രമുഖരുമായിട്ടും അതോടൊപ്പം തന്നെ PV അൻവർ ഉയർത്തിപ്പിടിക്കുന്ന വനം വന്യജീവി പ്രശ്നങ്ങൾ അത് പ്രതിഫലിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളിലുള്ളവരുമായിട്ടുമാണ് അവരുടെ കൂടിക്കാഴ്ച. ഇത് സ്വാഭാവികമായിട്ടും PV അൻവർ LDF വിട്ട് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കേരളത്തിൽ UDF-ലേക്ക് കടന്നു വരുവാൻ ഒരു ശക്തമായ കാരണമാക്കി അല്ലെങ്കിൽ ഒരു സാഹചര്യമാക്കി ഇതിനെ തീർക്കുകയാണ്. തനിക്ക് ദേശീയ തലത്തിലുള്ള നേതാക്കളുമായിട്ടുള്ള ബന്ധം തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലെ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ അത് LDF-ന് എതിരെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തിൽ UDF-ന് ചില പ്രതീക്ഷകൾ അല്ലെങ്കിൽ ഈ തൃണമൂലിന്റെ സാന്നിധ്യം UDF-ന് ഗുണം ചെയ്യുന്ന തരത്തിലുള്ള ഒരു സന്ദേശം നൽകുക, അതൊക്കെയാണ് ഇപ്പോൾ PV അൻവർ ഈ ദേശീയ നേതാക്കളെ ഇവിടെ കൊണ്ടുവന്ന് അവരെ ഈ സാഹചര്യങ്ങളുമായി പരിചയപ്പെടുത്തുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നാണെങ്കിലും ഇപ്പോൾ കൂടിക്കാഴ്ച അവസാനിച്ച് അല്പസമയത്തിനകം ഈ നേതാക്കൾ പുറത്തു വരും, മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ശരി, ഡെറിക് ഒബ്രിയാനും മഹുവ മൊയ്ത്രയും കേരളത്തിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. താമരശ്ശേരി ബിഷപ്പിനെ കാണുന്നുണ്ട്. ഇതാ മഹുവ മൊയ്ത്ര സന്ദർശനത്തിന് ശേഷം പുറത്തേക്ക് വരുന്നു. അവർ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. Strengthen Trinamool Congress in Kerala. You see, good morning. My colleague Mahua Moitro and I are here. We played a courtesy visit here. We will have a press conference sometime later. For the moment, good morning, and we'll have more to talk about tomorrow. Okay. Good morning. Anything now? Thank you. തൽക്കാലം സംസാരിക്കുന്നില്ല, ഗുഡ് മോർണിംഗ് മാത്രം പറഞ്ഞ് മടങ്ങുകയാണ്. വിശദമായി ഈ സന്ദർശനത്തെക്കുറിച്ചുള്ള മറ്റ് കാര്യങ്ങളെല്ലാം പിന്നീട് ഒരു വാർത്താ സമ്മേളനത്തിൽ വിശദമാക്കാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതെല്ലാം ഒരു വാർത്താ സമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കാമെന്നാണ് മഹുവ മൊയ്ത്രയും ഡെറിക് ഒബ്രിയാനും പറഞ്ഞത്. PV അൻവറും അവർക്കൊപ്പമുണ്ട്. തൃണമൂലിൻ്റെ ഒരു UDF പ്രവേശനം എന്നതിലേക്കാണോ ഈ സന്ദർശനങ്ങൾ എന്നതാണ് പ്രധാനമായും സംശയങ്ങൾ ഉയരുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു പക്ഷേ മാധ്യമങ്ങളെ കണ്ടേക്കും. അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ MP-മാർ അവർ കേരളത്തിൽ അവരുടെ പാർട്ടി പരിപാടികൾക്ക് വന്നതായിരുന്നു. അപ്പോൾ മലപ്പുറത്ത് വന്നപ്പോൾ പാണക്കാട് വരണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇവിടെ വന്നു. പാണക്കാടിനെ കുറിച്ചൊക്കെ അവർ കേട്ടിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. കുറേ കൂടി സംസാരിച്ച് വേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഒരു ഫ്രണ്ട്ലി വിസിറ്റ് അതായിരുന്നു.
തൃണമൂൽ കോൺഗ്രസ് UDF-ലേക്കുള്ള എന്താ മുന്നണി പ്രവേശനത്തിലുള്ള കത്തൊക്കെ കൊടുത്ത് കാത്തിരിക്കുകയാണല്ലോ. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ ചർച്ച തൃണമൂൽ കോൺഗ്രസ് പിന്നെ ഓൾറെഡി ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമാണല്ലോ. ആ നിലക്ക് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം ഇപ്പോൾ ഇലക്ഷനൊക്കെ അടുക്കുമ്പോഴായിരിക്കുമല്ലോ ആ അലയൻസ് ഒന്ന് ശക്തിപ്പെടുക. കേരളത്തിലും അത്തരത്തിലുള്ള ഒരു സാധ്യത ഉണ്ടോ? അല്ല, ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായിട്ട് തൃണമൂൽ കോൺഗ്രസ് ഞങ്ങളുടെ ഭാഗം തന്നെയാണല്ലോ. പിന്നെ എനിക്ക് UDF ഒക്കെ ചർച്ച ചെയ്തിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. നിലവിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ തൃണമൂൽ കോൺഗ്രസ് തൃണമൂൽ MP-മാരായ മഹുവ മൊയ്ത്രയും ഡെറക് ഒബ്രിയാനും കേരളത്തിലെത്തിയപ്പോൾ ഒരു സൗഹൃദ സന്ദർശനം എന്ന നിലയ്ക്ക് പാണക്കാട്ട് എത്തി എന്നതാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. എന്തായാലും ഞങ്ങളത് ഒരു സെമിനാർ മഞ്ചേരിയിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ലെവൽ സെമിനാറാണ്. നമ്മളെ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട 1972 കേന്ദ്ര വന നിയമത്തിൻ്റെ ഭേദഗതികളെക്കുറിച്ചുള്ള സെമിനാറാണ്. അതോടൊപ്പം തന്നെ നമ്മൾ രാജ്യം നേരിടുന്ന ഭരണഘടന എന്താ പറയുക ഫാസിസവുമായി ഈ 2 സബ്ജക്റ്റാണ് നാളെ ഉള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ലീഡേഴ്സ് വന്നിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ ലീഡേഴ്സ് മീറ്റ് നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ബംഗാളിൽ നിന്ന് അവർക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാം. പാർലമെൻറ്റ് മെമ്പർ ആയിട്ടുള്ള ET മുഹമ്മദ് ബഷീർ സാഹിബ് ആയാലും PV അബ്ദുൽ വഹാബ് MP ആയാലും ഇവരൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പുള്ളതാണ്. അപ്പോൾ പാണക്കാട് കുടുംബത്തിനെ കുറിച്ച് അറിയുന്നതുകൊണ്ട് ആദ്യം തന്നെ അതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്, നമുക്കവിടെ പോകണമെന്ന് അവരാവശ്യപ്പെട്ടതാണ്. ആ രീതിയിൽ വന്നു. ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ജനറൽ ഡിസ്കഷൻ, ഒരു ഫ്രണ്ട്ലി ഡിസ്കഷൻ ഇത്രേ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ. PV അൻവർ കൂടിക്കാഴ്ചയെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു. എന്തായാലും നാളെ വിശദമായൊരു വാർത്താ സമ്മേളനം തന്നെ നടത്താമെന്നാണ് ഇരുവരും പറഞ്ഞിട്ടുള്ളത്. താമരശ്ശേരി ബിഷപ്പിനെ കാണുന്നുണ്ട്. കാന്തപുരം EP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഒരു മഞ്ചേരിയിൽ ഒരു സെമിനാറിന് നാഷണൽ സെമിനാറിൻ്റെ ഭാഗമായി എത്തിയതാണ് ഇരുവരുമെന്നാണ് PV അൻവർ വിശദീകരിക്കുന്നത്.